ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മാളുവാവ വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് പെയിൻറ്റിങ് നടന്നുകൊണ്ടിരിക്കുകയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ കാലത്ത് തന്നെ ഏട്ടൻ പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ബിരിയാണി വെക്കണമെന്ന് പറഞ്ഞപ്പോൾ ശരി ബിരിയാണി വെച്ച് തരാമെന്ന് പറഞ്ഞിട്ട് ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ടെല്ലാം റെഡിയാക്കി കേട്ടോ. എല്ലാം ആൾ തന്നെയാണ് ചെയ്തത്. ഞാൻ അങ്ങനെ എല്ലാം കഴുകി റെഡിയാക്കി സെറ്റാക്കി കൊടുത്തു. ചിക്കനൊക്കെ കഴുകി കൊടുത്തു. ബാക്കിയെല്ലാം ഏട്ടൻ തന്നെ ചെയ്തു കേട്ടോ. അരിയൊക്കെ വെള്ളത്തിലിട്ട് കുതിർത്തി എല്ലാം കൊടുത്തു. അപ്പോൾ ചിക്കനിൽ മസാലയൊക്കെ തിരുമ്മി വെച്ചിട്ടുണ്ട്. കാലോട് കൂടിയിട്ട് അടവ് അങ്ങനെ വേണം, മാളുവാവിയും ചിക്കൻ കാല് വേണം പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിച്ചു കൊണ്ടുവന്നതാണ്. അപ്പോൾ പിന്നെ ആൾക്ക് എന്താണെങ്കിലും ഒറ്റയ്ക്ക് കറി എല്ലാം ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാനാണ് ഇഷ്ടം. അപ്പോൾ പിന്നെ നമ്മളതിൻ്റെ കൂടെ നിന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് ആവും കേട്ടോ. കറിയൊക്കെ വയ്ക്കാൻ അധികം സമയമൊന്നും വേണ്ട. ഒക്കെ തട്ടിക്കൂട്ട് കറികളാണെങ്കിലും നല്ല ടേസ്റ്റോട് കൂടി വെച്ചോളൂ കേട്ടോ. കുറച്ച് ചിലവ് കൂടുതലുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ കച്ചമ്പറിനുള്ളതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം വാവയാണ് കേട്ടോ എല്ലാം അരിഞ്ഞ് റെഡിയാക്കി തന്നത്. ഞാൻ പുറത്തുള്ള കുറേ പെയിൻറ്റിങ് കാരണം കൊണ്ട് അവിടെ ഇവിടെയൊക്കെ ഓരോ സാധനങ്ങൾ വലിച്ചിട്ടിട്ട് അങ്ങനെ വീട് വൃത്തികേടായിട്ടൊക്കെ കിടക്കണം കേട്ടോ. ബിരിയാണി ചെമ്പ് ഉണ്ടായിരുന്നില്ല, എന്നിട്ട് ഞങ്ങൾ അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് ബിരിയാണി ചെമ്പൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്ന് അതിലാണ് ബിരിയാണിയൊക്കെ വെച്ച് കേട്ടോ. ബിരിയാണിയൊക്കെ വെക്കുന്നുണ്ട്. ബിരിയാണി എന്ന് പറയാൻ പറ്റില്ല കേട്ടോ, ബസ്മതി റൈസാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. മന്തി റൈസാണ് ശരിക്കും. അത് ആൾക്ക് ഇവിടുത്തെ അരിയുടെ പേര് അങ്ങനെ അറിയാത്തതുകൊണ്ട് എന്താണെന്നറിയില്ല, ബിരിയാണി അരി വാങ്ങിക്കാൻ പറഞ്ഞിട്ട് കിച്ചു പോയിട്ട് ബസ്മതി റൈസ് വാങ്ങിച്ചു കൊണ്ടുവന്നു. ഫ്രൈഡ് റൈസിൻ്റെ അരിയല്ലേ ശരിക്കും അത്, മന്തി റൈസ്. എനിക്ക് അങ്ങനത്തെ വലിയ അരി വലിയ ഇഷ്ടമില്ല കേട്ടോ. അപ്പം ഞാൻ അണ്ടിപ്പരിപ്പും മുന്തിരി ഇടണ്ട പറഞ്ഞു. മുന്തിരി എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് മുന്തിരി ഇടണ്ടെന്ന് പറഞ്ഞു. മുന്തിരി ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ റൈസൊക്കെ ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. കുറച്ച് തന്നെ വെച്ചിട്ടുള്ളൂ കേട്ടോ. ഒരു നേരത്തേക്ക് കഴിക്കാനുള്ളത് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളൂ. 4 ഗ്ലാസ് അരിയാണ് എടുത്തത് കേട്ടോ. ഈ അരി എന്തോ പെരുക്കില്ലാത്ത അരിയാണ് തോന്നുന്നു. അപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് റൈസ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ബിരിയാണിയൊക്കെ സെറ്റായിട്ടുണ്ട്. കുറച്ച് നേരം കൊണ്ട് ചെയ്തതാണ് കേട്ടോ. നോക്കിയാൽ ചൂട് കാരണം കൊണ്ട് പൈപ്പിൻ്റെ ചോട്ടിൽ പോയി കിടക്കുക കേട്ടോ. പാവം മനുഷ്യന്മാർക്കാണെങ്കിൽ പറഞ്ഞിട്ട് ഫാനിൻ്റെ ചുവട്ടിലൊക്കെ പോയിരിക്കാമല്ലോ. നായയൊക്കെ എന്താ ചെയ്യുക പാവം. അപ്പോൾ അത് കണ്ടിട്ട് ഏട്ടൻ വേഗം അതിന് മേത്തൊക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഒതുങ്ങി നിന്ന് കാണിക്കണ കണ്ടോ. ഭയങ്കര ചൂട് സഹിക്കാൻ പറ്റണില്ല കേട്ടോ. എന്താ ചെയ്യാന്നറിയില്ല. അല്ലെങ്കിൽ കുളിപ്പിക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ അവളങ്ങനെ ബലം പിടിച്ച് നിൽക്കൂട്ടോ. വിളിച്ചാൽ വരില്ല, ഒന്നുമില്ല. ഇപ്പോൾ വിളിച്ചപ്പോൾ തന്നെ വേഗം വന്ന് കല്ലിൻ്റെ മുകളിൽ കയറി നിന്ന് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഒരു കുഴപ്പമില്ല കണ്ടോ. ഞങ്ങളൊക്കെയാണ് കുളിപ്പിക്കണമെങ്കിൽ അവളെ ഒതുങ്ങി നിൽക്കുകയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിയിട്ടും ഇതായിട്ടും അങ്ങനെ ഇരിക്കും. പെയിൻറ്റിങ്ങിൻ്റെ വേഷം മാറ്റിയിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ വൈകുന്നേരത്തെ ഓറുള്ളൂ. ഫുള്ള് പണി കഴിയാണ്ട് നിർത്തില്ല, അത് അങ്ങനത്തെ ഒരു സ്വഭാവമാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ അവളും ദേഷ്യം പിടിച്ചു തുടങ്ങി കേട്ടോ. കുറേ നേരം വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൾക്ക് ദേഷ്യം വന്നു തുടങ്ങി. അങ്ങനെ ഇപ്പോൾ ഭയങ്കര ചൂട്. നിങ്ങളുടെ അവിടെയൊക്കെ ചൂടുണ്ടോ? ഇവിടെയൊക്കെ എന്തൊരു ചൂടാണെന്നറിയോ. പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ ചൂടാണ് കേട്ടോ. പിന്നെ ഞങ്ങളുടെ എനിക്ക് ആ കുടയാണ് ഭയങ്കര ഇതാണ് കേട്ടോ. കുടഞ്ഞ് നമ്മുടെ മേത്തൊക്കെ വെള്ളം തെറിക്കും. അങ്ങനെ നേരെ അവളെ ടെറസിൻ്റെ മുകളിൽ കയറി കേട്ടോ. കൂട്ടി കയറാൻ പറഞ്ഞപ്പോൾ വേഗം ടെറസിൻ്റെ മുകളിൽ കയറി. പിന്നെ ഏട്ടൻ അന്ന് അവിടെ നിന്ന് കാർഗോ അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കുറച്ച് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെയാണ് അയച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ വന്നു. വാവ അതെടുത്ത് കൊണ്ടുവന്നു. വാവ അതിന് വേണ്ടി വെയിറ്റിങ്ങിലാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതിൽ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല, തന്നെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ബെഡ്ഷീറ്റും കമ്പിളി അതൊക്കെ. അങ്ങനെ ഞങ്ങൾ സിനിമയ്ക്ക് പോകാൻ വേണ്ടി റെഡി ചെയ്ത് എൻ്റെ ഏട്ടൻ കൊണ്ടുവന്നതാണ് കേട്ടോ ഈ ബനിയൻ. അത് അതിൻ്റെ സെയിം കളർ തന്നെയാണ് പാൻറ്റ്. അപ്പോൾ അത് രണ്ടും കൂടി ഇട്ടപ്പോൾ രജി എൻ്റെ അടുത്ത് പറഞ്ഞു അത് രണ്ടും കൂടി ഇടണ്ട, അതിന് ബ്ലൂ പാൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമുണ്ടാവും പറഞ്ഞിട്ട് ആ പാൻറ്റ് മാറ്റിയിട്ട് പിന്നെ അങ്ങനെ ബ്ലൂ പാൻറ്റ് ഇട്ടു കേട്ടോ. അത് കഴിഞ്ഞ് പോകാൻ വേണ്ടി റെഡി ആവുകയാണ് കേട്ടോ ഞാൻ. അത് പാൻറ്റ് മാറ്റിയിട്ട് ബ്ലൂ ഇട്ടത് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം കേട്ടോ അവിടെ ഏട്ടനോട്. ഇപ്പോൾ ഭയങ്കര ചൂടെടുത്തിട്ട് ഒരു രക്ഷയില്ലാന്ന് ഇവിടെ നിൽക്കാൻ പറ്റണില്ല, അങ്ങനെ ചൂടാണ് കേട്ടോ. അപ്പോൾ രസമുണ്ടോ എന്നൊക്കെ ചോദിച്ചതാണ് കേട്ടോ. നീ അല്ലേ ഇടണത്, നിനക്ക് ഇഷ്ടമുള്ളത് നീ ഇട്ടോ എന്ന് പറഞ്ഞിട്ട് ആളെൻ്റെ അടുത്ത് ഓരോന്ന് പറയണതാണ് കേട്ടോ. പിന്നെ പാൻറ്റ് എനിക്ക് നല്ല ലൂസാണ്, അപ്പോൾ ബെൽറ്റ് ഇട്ടാൽ മതി, എൻ്റെ ബെൽറ്റ് ഉണ്ട് അവിടെ ഇരിക്കേണ്ട, അത് എടുത്തിട്ടാന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ വാവടി മാളുവിൻ്റെ പാൻറ്റ് എടുത്തിടുക എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ പാൻറ്റ് തന്നെ ഇട്ടു. മാളുവിൻ്റെ വാവടി പാൻറ്റ് എനിക്ക് ചിലപ്പോൾ നല്ല ടൈറ്റായി പോവും, അതുകൊണ്ട് ഞാൻ എൻ്റെ തന്നെ ഇട്ടു. എന്നിട്ട് അതിന് ബെൽറ്റൊക്കെ ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. മാളും വാവയും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. കുറേ കാലങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഞങ്ങൾ സിനിമയ്ക്ക് പോണത്. അങ്ങനെ ഞങ്ങൾ
സിനിമയ്ക്ക് പോകാൻ വേണ്ടി ഇറങ്ങി. ഞാനും മാളും വാവിയും കിച്ചും കൂടിയിട്ടാണ് പോകുന്നത് കേട്ടോ. പിന്നെ അപ്പുറത്തെ വീട്ടിലത്തെ ചേച്ചിയുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി സ്കൂട്ടിയിൽ എന്തായാലും പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ ഓട്ടോ വിളിച്ചിട്ട് ഓട്ടോയിലാണ് പോണത്. അങ്ങനെ ഞങ്ങൾ ഷാഡോസിലേക്കാണ് പോകുന്നത് കേട്ടോ. പഴയനൊരു ഷാഡോസിൽ. ഞങ്ങളങ്ങനെ ഷാഡോസിലെത്തി സിനിമ കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അത്രയ്ക്ക് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും തിരക്കുണ്ടായിരുന്നു. അങ്ങനെ സിനിമ തിയേറ്ററൊക്കെ കുറേ കാലങ്ങൾക്ക് ശേഷം അങ്ങനെ കണ്ടു. ഞങ്ങൾ പോയി ഒരു 5 മിനിറ്റ് കഴിഞ്ഞതും സിനിമ തുടങ്ങി കേട്ടോ. വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല സിനിമ തന്നെയാണ്. കുട്ടികൾക്കും നമുക്കൊക്കെ കണ്ടിരിക്കാൻ പറ്റണ ഒരു സിനിമ. അങ്ങനെ വേറെ പ്രത്യേകിച്ച് വൃത്തികേടും കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു സിനിമയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഞങ്ങൾ സിനിമയൊക്കെ അങ്ങോട്ട് ഉള്ളിൽ കയറി സിനിമയൊക്കെ തുടങ്ങി. അധികം സൗണ്ടും ബഹളങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതാണ് ചില സിനിമകളിൽ ഭയങ്കരമായിട്ട് ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാവില്ല. ഇതിൽ പിന്നെ അങ്ങനെ ഒച്ചയും ബഹളമൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് വലിയ പ്രത്യേകിച്ച് തലവേദനയും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല കേട്ടോ. പിന്നെ സിനിമ കുറേ പകുതിയൊക്കെ എത്തിയപ്പോൾ എനിക്കിങ്ങനെ സങ്കടം വന്ന് കുറേ നേരം ഇരുന്ന് കരഞ്ഞു. മാള് ഭാവിയൊക്കെ എന്നെ കളിയാക്കുമായിരുന്നു കേട്ടോ. എന്തിനാ അമ്മ കരഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ.